ഡിയർ ഫ്രണ്ട്സ്, സ്പാർട്ടക് ഇലക്ട്രോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നിർമ്മിക്കാൻ പോകുന്നത് രാത്രിയാകുന്ന സമയങ്ങളിൽ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ തുറന്നു വച്ചിരിക്കുന്ന വാഹനങ്ങളിൽ, ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളിലൊക്കെ പൂച്ച, നായ മുതലായവ കയറിയിട്ട് അതിനുള്ളിൽ നാശനഷ്ടം ഉണ്ടാക്കുകയും വൃത്തികേടാക്കി ഇടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു സെൻസറിൻ്റെ സഹായത്തോടെ ശബ്ദം കൊടുത്ത് നമ്മൾ അവയെ ഓടിക്കുന്ന ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഡിവൈസാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സെൻസർ നമുക്ക് ആവശ്യമാണ്. ഇത് PIR സെൻസർ, മോഷൻ ഡിറ്റക്ടർ സെൻസർ എന്നൊക്കെ പറയുന്ന സെൻസറാണ്. അപ്പോൾ ഇതൊരെണ്ണം നമുക്ക് ആവശ്യമാണ്. ഇത് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ 100 രൂപ 150 രൂപ മുതൽ ഇത് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 12 വോൾട്ടിൻ്റെ ഇതുപോലത്തെ ഒരു ബസർ ആവശ്യമാണ്. നല്ല സൗണ്ടുള്ള ഒരു ബസർ നമുക്ക് എടുക്കണം. പിന്നെ ഇതേപോലെ 12 വോൾട്ടിനെ 5 വോൾട്ടാക്കി കുറച്ചെടുക്കാൻ പറ്റുന്ന 7805 നമ്പറുള്ള ഒരു റെഗുലേറ്റർ IC നമുക്ക് ആവശ്യമാണ്. പിന്നെ ഇതേപോലെ ഒരു 12 വോൾട്ടിൻ്റെ ബൾബ് നമുക്ക് വേണം. ഇതേപോലെ ഒരു 1 കിലോ ഓമിൻ്റെ ഒരു റെസിസ്റ്റർ ആവശ്യമാണ്. പിന്നെ ഇതേപോലെ BC 547 ഒരു ട്രാൻസിസ്റ്റർ നമുക്ക് വേണം. ഇതുപോലെ ഒരു സ്വിച്ചും ഫ്യൂസും. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. ഇതിൽ നമുക്ക് ഓരോന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് സപ്ലൈ കൊടുക്കുന്നതിനുള്ള റെഗുലേറ്റർ IC കണക്ട് ചെയ്യാം. അതിന് ഇതേപോലെ നീളമുള്ളൊരു വയർ എടുക്കുക. ഇതാണ് നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നത്. 12 വോൾട്ടിൻ്റെ ബാറ്ററിയിലേക്ക് കൊടുക്കുന്നത് ഈ വയർ വഴിയാണ്. അപ്പോൾ അതിൽ പോസിറ്റീവ് വയർ എടുക്കുക. പോസിറ്റീവ് വയർ നമ്മൾ ഈ ഫ്യൂസും സ്വിച്ചും വഴി റെഗുലേറ്റർ ICയിലേക്ക് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഫ്യൂസിലേക്ക് ഒന്ന് സോൾഡർ ചെയ്യാം. സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ എടുത്തിട്ട് റെഗുലേറ്റർ ICയുടെ ആദ്യത്തെ കാലിലേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കാം. പിന്നെ വയറിൻ്റെ നെഗറ്റീവ് കണക്ഷൻ എടുത്തിട്ട് റെഗുലേറ്റർ ICയുടെ നടുവിലത്തെ കാലിലേക്ക് സോൾഡർ ചെയ്യാം. ഇപ്പം നമ്മൾ ഇവിടെ 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ICയുടെ മൂന്നാമത്തെ കാലിൽ 5 വോൾട്ട് നമുക്ക് കിട്ടും. ആ 5 വോൾട്ട് നമുക്ക് ഈ സെൻസർ വർക്ക് ചെയ്യാനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 12 വോൾട്ടിന് 5 വോൾട്ടായിട്ട് നമുക്ക് കുറച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ റെഗുലേറ്റർ IC കൊടുത്തിരിക്കുന്നത്. ഇനി റെഗുലേറ്റർ ICന്ന് സെൻസറിലേക്കുള്ള കണക്ഷൻ കൊടുക്കാൻ വേണ്ടി 2 വയർ എടുക്കാം. അതിൽ ചുവന്ന വയർ പോസിറ്റീവായിട്ട് എടുക്കാം. അത് ഏറ്റവും ലാസ്റ്റത്തെ കാലിൽ സോൾഡർ ചെയ്യുക. ബ്ലാക്ക് വയർ നെഗറ്റീവായിട്ട് എടുക്കുക. അത് കോമൺ ആയിട്ട് നടുവിലത്തെ കാലിൽ സോൾഡർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ 5 വോൾട്ട് നമുക്ക് കിട്ടും. ഈ 5 വോൾട്ട് നമുക്ക് സെൻസറിലേക്ക് കണക്ട് ചെയ്യാം. സെൻസറിൻ്റെ ഈ ഭാഗത്ത് വരുന്ന കാല് ഗ്രൗണ്ട് അഥവാ നെഗറ്റീവാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന VCC അഥവാ പോസിറ്റീവാണ്. ഇതിലേക്ക് 5 വോൾട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം ഇതിൽ ബ്ലാക്ക് വയർ എടുത്തിട്ട് നമ്മൾ ഈ ഗ്രൗണ്ടിലേക്ക് സോൾഡർ ചെയ്യുക. ഗ്രൗണ്ട് അഥവാ നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്യുക. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വരുന്ന തൊട്ട് ഓപ്പോസിറ്റ് വരുന്ന ഈ ലെഗാണ് പോസിറ്റീവ് ലൈൻ വരുന്നത്. അതിൽ നമ്മൾ ചുവന്ന വയർ സോൾഡർ ചെയ്യുക. ഇനി ഇതിൻ്റെ നടുക്കൊരു കണക്ഷൻ കൂടി വരുന്നുണ്ട്. ആ കണക്ഷനാണ് ഇത് സെൻസ് ചെയ്ത ഔട്ട്പുട്ട്. അതിന് വഴിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത്രയും കൊടുത്തിടുക. ഇനി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സെൻസർ വർക്ക് ചെയ്യാനുള്ള 5 വോൾട്ട് അവിടെ എത്തി. 12 വോൾട്ടിനെ കുറച്ച് 5 വോൾട്ട് അവിടെ എത്തിച്ചു. ഇനി നമുക്ക് നേരത്തെ എടുത്തിരിക്കുന്ന 547 ട്രാൻസിസ്റ്റർ ഇതേപോലെ 1 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ വഴി ഇങ്ങനെ സോൾഡർ ചെയ്തെടുക്കണം. അതിൻ്റെ നടുവിലത്തെ പിന്നിലേക്ക് 1 കിലോ ഓം റെസിസ്റ്റർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക ഇതേ രീതിയിൽ. അതിന് ശേഷം റെസിസ്റ്ററിൻ്റെ ഈ ലെഗ് ഇതിൻ്റെ ഔട്ട് എഴുതിയ നടുവിലത്തെ ഭാഗത്തേക്ക് നമ്മൾ സോൾഡർ ചെയ്യുക. സെൻസ് ചെയ്ത ഔട്ട്പുട്ട് കിട്ടുന്നത് ഇതുവഴിയാണ്.
അപ്പം അതിലേക്ക് ഒരു ലെഗ് അതിലേക്ക് സോൾഡർ ചെയ്യുക. അടുത്ത ലെഗ് തൊട്ടപ്പുറത്തുള്ള നെഗറ്റീവ് എടുത്ത് അതിലേക്കും സോൾഡർ ചെയ്യുക. ഇതേ രീതിയിൽ സോൾഡർ ചെയ്യണം. ഇനി നമ്മൾ ബസറിലേക്കുള്ള കണക്ഷൻ എടുക്കുന്നത് ഈ ലെഗിൽ നിന്നാണ്. അതിനുവേണ്ടി നമ്മൾ ബസർ കയ്യിലെടുക്കുക. നല്ല സൗണ്ടുള്ള ബസർ തിരഞ്ഞെടുക്കണം. 12 വോൾട്ടിൻ്റെ ബസറിൻ്റെ നെഗറ്റീവ് വരുന്ന കാലെടുത്തിട്ട്, അതായത് ബ്ലാക്ക് കാലെടുത്തിട്ട് ഇതിലേക്ക് സോൾഡർ ചെയ്യുക. ട്രാൻസിസ്റ്ററിൻ്റെ ഈ കാലിലേക്ക് സോൾഡർ ചെയ്യുക. ബസറിൻ്റെ പോസിറ്റീവ് എടുത്തിട്ട് ഫ്യൂസ് കൊടുത്തിരിക്കുന്നതിൻ്റെ ഈ ഭാഗത്ത് വരുന്ന സ്വിച്ചിൻ്റെ ഈ കാലിലേക്ക് സോൾഡർ ചെയ്യുക. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ട്രാൻസിസ്റ്ററിൻ്റെ കണക്ഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കുറച്ചും കൂടെ ചേർത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ കൊടുത്താൽ സിമ്പിളായിട്ട് ഇതിൻ്റെ വയറിങ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇത് വയറിങ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ബൾബിൻ്റെ കണക്ഷൻ കൂടി കൊടുക്കേണ്ടതുകൊണ്ട് ഈ സെൻസർ, ഈ ബസർ എങ്ങനെ കൊടുത്തിരിക്കുന്നോ അതേ രീതിയിൽ തന്നെയാണ് ഈ 12 വോൾട്ടിൻ്റെ ബൾബും നമ്മൾ സോൾഡർ ചെയ്യേണ്ടത്. ബസർ കൊടുത്ത അതേ കണക്ഷനിൽ തന്നെ ബൾബും സോൾഡർ ചെയ്യുക. അപ്പോൾ നമ്മുടെ കണക്ഷൻ എല്ലാം കൊടുത്തു, സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 12 വോൾട്ട് കൊടുക്കാം. സ്വിച്ച് ഓൺ ആക്കുക. ഇതേപോലെ നല്ല പവറിൽ ഇതിൻ്റെ അകത്തുനിന്ന് സൗണ്ട് വരും. ഈ സെൻസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സെൻസർ 3 മീറ്റർ അകലത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ചലനമോ ജീവികളോ എന്തെങ്കിലും അതിൻ്റെ മുന്നിൽ വരികയാണെങ്കിൽ അത് സെൻസ് ചെയ്യുകയും ബസറിൽ കൂടി നമുക്ക് അലാം കേൾക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സെൻസറാണിത്. അപ്പോൾ ഈ രീതിയിൽ കൊടുത്തിട്ട് ഇതിന് സൗണ്ട് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും കാണുന്നില്ലെങ്കിൽ, ഇതേപോലെ 5 വോൾട്ടിൻ്റെ ഒരു അലാം കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് കൂടി ഞാൻ ഇതിലിടുന്നുണ്ട്, ഇതുണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ 5 വോൾട്ടിൻ്റെ ആയതുകൊണ്ട് നമുക്കിത് ഈ റെഗുലേറ്ററി IC വഴി വേണം ഇതിൽ കണക്ട് ചെയ്യാൻ. ഇതേപോലെ തന്നെ 12 വോൾട്ടിൻ്റെ അലാം നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ട് ഡയറക്റ്റ് ഈ ബസർ ഒഴിവാക്കിയിട്ട് ബസറിൻ്റെ സ്ഥാനത്ത് കണക്ട് ചെയ്താൽ മതി. നല്ല സൗണ്ടുള്ള അലാറം വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ 5 വോൾട്ടിൻ്റെ അലാറം നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് നോക്കുകയാണ്. അതിൻ്റെ പോസിറ്റീവ് കാലെടുക്കുക. അത് ഈ 5 വോൾട്ട് റെഗുലേറ്റർ ICയുടെ ലാസ്റ്റ് കാലിലേക്ക് സോൾഡർ ചെയ്യുക. നെഗറ്റീവ് കാല് ഈ ബസറിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്ന ആ കാലിലേക്ക് തന്നെ കണക്ട് ചെയ്യുക. ഇതേ രീതിയിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ സെൻസറിലെ ടൈം നമുക്ക് ഇതിൽ ഒരു തിരിക്കുന്ന ഒരു കൺട്രോൾ ഉണ്ട്. ഈ കൺട്രോൾ തിരിച്ചു കഴിഞ്ഞാൽ ഇതിൽ എത്ര ടൈം നമുക്ക് ഇത് അടിച്ചു കിടക്കണം എന്നുള്ളത് നമുക്കതിൽ തിരിച്ചു കഴിഞ്ഞാൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ വേണമെങ്കിൽ ഇത് അടിച്ചു കിടക്കാനുള്ള കൺട്രോൾ ഉണ്ട് ഇവിടെ. അത് മെല്ലെ സ്ക്രൂ ഡ്രൈവർ വെച്ച് തിരിച്ചാൽ മതി. നമുക്കിത് ഓണാക്കാം. സ്വിച്ച് ഓണാക്കാം. അതേപോലെ നമുക്ക് അലാം കിട്ടും. ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. പവർ കുറവാണെങ്കിൽ മാത്രം ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു കേസിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്യാം. ഇനി അലാം ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഇതേപോലെ ഒരു സ്പീക്കർ എടുക്കുക. സ്പീക്കറിൻ്റെ സോൾഡർ ചെയ്യുന്ന ഒരു ഭാഗത്തുനിന്ന് ഇതേപോലെ 2 ഡയോഡ് സീരീസ് ആയിട്ട് സോൾഡർ ചെയ്യുക. ആ സോൾഡർ ചെയ്തൊരു ഭാഗം ഇതേപോലത്തെ ഒരു UM3561 IC വാങ്ങണം. UM3561. ഈ ഐസിയുടെ കാല് നമ്മൾ കണക്കാക്കുന്നത് ഈ കട്ടിങ് വരുന്ന ഭാഗത്തിന് നേരെ താഴെയുള്ളത് 1 ആണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് 2, 3, 4, മുകളിലേക്ക് 5, 6, 7, 8 ഇങ്ങനെയാണ് വരിക. അതിൽ ഈ ഡയോഡ് വരുന്ന
ഡയോഡിൻ്റെ വരയുള്ള ഭാഗം മുന്നോട്ട് വരുന്ന രീതിയിൽ സ്പീക്കറിൽ സോൾഡർ ചെയ്യണം. അതിൽ മുന്നത്തെ ഡയോഡിൻ്റെ വരയുള്ള ഭാഗം ഈ ഐ സിയുടെ 5ാമത്തെ കാലിലേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ 547 വെച്ച് ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്ത പോലെ തന്നെ ഒന്നുകൂടി ഉണ്ടാക്കുക. അത് 547 നടുക്കുന്ന 1 kilo ohmന്റെ റെസിസ്റ്റർ ഇങ്ങനെ സോൾഡർ ചെയ്തെടുക്കുക. അതിനുശേഷം 547 ഒരു കാല് നമ്മൾ സ്പീക്കറിൻ്റെ ഇതിലേക്ക് അടുത്ത ഇതിലേക്ക് സോൾഡർ ചെയ്യുക. സ്പീക്കറിലേക്ക് ശേഷം ഇതിൻ്റെ നടുക്കത്തുള്ള ഈ 1 kilo ohmന്റെ റെസിസ്റ്റർ ഈ ഐ സിയുടെ 3ാമത്തെ കാലിലേക്ക് സോൾഡർ ചെയ്യുക. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ ഫസ്റ്റത്തെ കാല് ഐ സിയുടെ 2ാമത്തെ പിന്നിലേക്ക് സോൾഡർ ചെയ്യുക. ഇനി ഒരു പോസിറ്റീവ് നെഗറ്റീവ് വയർ എടുക്കുക. പോസിറ്റീവ് നമ്മൾ ആദ്യം ഡയോഡ് കൊടുത്തിരിക്കുന്ന അതിൻ്റെ അത് സ്പീക്കറുമായിട്ട് സോൾഡർ ചെയ്യുന്ന ഭാഗത്ത് പോസിറ്റീവ് സോൾഡർ ചെയ്തെടുക്കുക. നെഗറ്റീവ് നമ്മൾ ഐ സിയുടെ 2ാമത്തെ കാലിലേക്ക്, അതായത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ലെഗ് സോൾഡർ ചെയ്തിരിക്കുന്ന അതിലേക്ക് നെഗറ്റീവും കൊടുക്കുക. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അലാമാണ്. അപ്പോൾ ഈ ഐ സി സ്പീക്കർ BC 547 ട്രാൻസിസ്റ്റർ ഒരു 1 kilo ohmന്റെ റെസിസ്റ്റർ, പിന്നെ അതിന് ശേഷം ഈ ഐ സിയുടെ ലാസ്റ്റത്തെ 2 കാല് തമ്മിൽ ഇതേപോലെ 220 kilo ohmന്റെ ഒരു റെസിസ്റ്റർ വഴി യോജിപ്പിക്കണം. അതായത് 7ഉം 8ാമത്തെയും കാല് ഇതേപോലെ 220 kilo ohmന്റെ റെസിസ്റ്റർ അതുവഴി യോജിപ്പിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ സർക്യൂട്ടും കൂടി ഞാൻ ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സൈറൺ ഉണ്ടാക്കുന്നതിൻ്റെ സർക്യൂട്ടും കൂടി ഞാൻ ഇതിലൂടെ വെക്കുന്നുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ്. ഇതിൽ ഓരോ കമ്പോണൻസ് വെച്ച് ഇതേപോലെ ഇത് 2 ഡയോഡാണ് വരുന്നത്. 4007 2 ഡയോഡ്. പിന്നെ ഇത് UM 3561 IC ആണ്. ഇവിടെ വരുന്നത് 220 kilo ohmന്റെ റെസിസ്റ്റർ. പിന്നെ ഇത് BC 547 ട്രാൻസിസ്റ്റർ. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഡയഗ്രാം നോക്കി ഉണ്ടാക്കിയാൽ മതി. ഒരു 1 kilo ohmന്റെ റെസിസ്റ്റർ വരുന്നുണ്ട്. ഇത് സ്പീക്കറാണ്. ഓക്കെ, അപ്പോൾ ഞാനെല്ലാം കൂടെ ഒരു കേസിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം സെൻസർ ഞാൻ ഇതേപോലെ ഒരു ഹോൾ ഇട്ടിട്ട് ആ ഹോളിലേക്ക് ഇറക്കി വെച്ചിട്ട് 2 സ്ക്രൂ കൊടുക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ഇട്ട് ഒട്ടിച്ചാലും മതി. പിന്നെ റെഗുലേറ്ററൈസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതൊരു തകിടിൻ്റെ അകത്ത് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ബോഡിയിലേക്ക് ഉറപ്പിക്കാൻ പാടുള്ളൂ. കാരണം ഇത് ചൂടാകുന്നൊരു സാധനം ആയതുകൊണ്ട് ഒരു തകിടിൽ ആദ്യം ഉറപ്പിക്കണം. ഇതേപോലെ സ്വിച്ചും ഫ്യൂസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്യൂസ് സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തതാണ്. ബാറ്ററി ഒന്ന് കണക്ട് ചെയ്തതായതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഫ്യൂസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബസർ ഞാനിവിടെ ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതേപോലെ 12 വോൾട്ടിൻ്റെ ബൾബ് ഇതേപോലെ ഒരു ഡബിൾ ടേപ്പ് ഒരു സൈഡ് പശ വെച്ചതിന് ശേഷം ഇവിടെ ഉറപ്പിക്കുക. ഉള്ളിൽ കൂടെ ഒരു ഹോൾ ഇട്ടിട്ട് അതിൻ്റെ വയർ കൊണ്ടുവന്നിട്ട് ഈ ബസറിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നോ അതേപോലെ തന്നെ അതിൻ്റെ 2 വയർ കൊടുത്താൽ മതി. LED ആയതുകൊണ്ട് തിരിഞ്ഞു പോയാലും കത്തിപ്പോയില്ല, അത് തിരിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി അഥവാ ഇതിന് സൗണ്ട് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഈ അലാറം ഉപയോഗിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിച്ചാലും മതി. ഇനി നമുക്കൊന്ന് ഓണാക്കാം. ഇതേപോലെ വീടിൻ്റെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ വണ്ടിക്കകത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. 12 വോൾട്ട് കൊടുത്തിട്ട്. ഓക്കെ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.